കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാപുഷ്പം പോലെ ഹൃദയം. ചെറുപുഷ്പമൊഴികൾ. ലിസ്യുവിലെ ചെറുപുഷ്പത്തോടൊപ്പം 100 ദിനങ്ങൾ. 27ാമത്തെ ദിവസമായ ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന ചെറുപുഷ്പമൊഴി, ഞാൻ പ്രകീർത്തിക്കേണ്ടതായി എനിക്ക് ലഭിച്ചിരിക്കുന്ന വിഹിതം അവിടുത്തെ അനന്ത കാരുണ്യമാണ്. നമുക്കൊന്നൊരു നിമിഷം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങൾക്കേറെ പ്രിയപ്പെട്ട ലിസ്യുവിലെ കൊച്ചുറാണി, നിനക്കൊരു ഉത്തമ ബോധ്യമുണ്ടായിരുന്നല്ലോ. ദൈവത്തിൻ്റെ കാരുണ്യം പ്രകീർത്തിക്കുക എന്നതാണ് നിൻ്റെ യഥാർത്ഥ ദൗത്യമെന്ന്. ഞങ്ങളും ജീവിതക്രമത്തിൽ ദൈവത്തിൻ്റെ കാരുണ്യത്തെ സാധിക്കുന്ന വിധത്തിലെല്ലാം പ്രകീർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ വേളയിൽ പുണ്യവതി ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ. ഈ സമയത്ത് നിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥം മൂലം ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ നന്മകൾ, നമുക്ക് നമ്മുടെ നിയോഗങ്ങളെ ഈ നിമിഷം ഒന്ന് സമർപ്പിക്കാം. നിൻ്റെ പ്രിയപ്പെട്ട ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങി തന്നുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ജീവിത മേഖലകളെല്ലാം നീ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പുഷ്പവർഷവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കൊച്ചു ത്രേസ്യ